ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ ഗപ്പി ഫാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് സ്വന്തം അനിയനാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് ഗപ്പി ഫാം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് ഫുൾ ഗോൾഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. ഇത് ചില എണ്ണത്തിന് ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. താഴെ ആയതുകൊണ്ട് കാണാൻ കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളാണ്. കുറേ എണ്ണം വലുതായിട്ടുണ്ട്, കുറേ എണ്ണം ചെറുതുണ്ട്. പിന്നെ ഇതിൽ വെറൈറ്റി മീനുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ചില്ലി മൗസാന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു വലുതുണ്ട്, അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് എല്ലാം അടിച്ച് പൊട്ടിക്ക്. നമുക്കൊന്ന് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വഴി അവിടെയാണ് നമ്മുടെ മറ്റേ ഈ കൃഷിയിൽ. അവിടെ നിന്ന് നേരെ ഇവിടോട്ട് നടന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു ഗൈസ്. അന്നെടുത്ത് നമ്മളെ ചിലപ്പോൾ ഇവിടെ നിരങ്ങനുസരിച്ചാവും. ഇതാണ് നമ്മുടെ മീൻ കൃഷി ഗൈസ്. കണ്ടോ, വാങ്ങിയ ബ്ലൂ ഉണ്ടോ വയസ്, റെഡും ഉണ്ട്. ഇത് അതിൻ്റെ കുഞ്ഞില വയസ്. ഇതാ അപ്പോൾ ഗൈസ്, നമ്മൾ അനിയനാണ് ഇതെല്ലാം നോക്കി പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത രണ്ട് കോഴിക്കാർപ്പും ഉണ്ടായതാണ്. ഒരു ഫുൾ ഗോൾഡിൻ്റെയും ഒരു ഫുൾ ബ്ലാക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ കൊക്ക് കൊണ്ടുപോയി ഗൈസ്. എന്ത് ചോദിക്കാൻ അറിയില്ല. നമ്മുടെ എല്ലാ മീനും എല്ലാ സ്നേഹിതർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലാണ് നമ്മൾ പോറ്റിരുന്നത്. സങ്കടം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിലാണ് നമ്മളെ ഫുൾ ബ്ലാക്കിനെ ഇട്ട് വളർത്തിയത്. നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ് അല്ലേ. നമ്മൾ ഈ സ്ഥലം നേരെ താഴെയാണ് ഉണ്ടായത്. കാണിച്ചു തരാം. നേരെ ഇവിടെയാണ് കണ്ട, ഇതും കൂടി കണ്ട, അതിലാണ് ഈ ഫ്രിഡ്ജ് വെച്ച് കണ്ട, അതിലാണ് ഗൈസ് നമ്മുടെ കോഴിക്കാർപ്പ് ഉണ്ടായിരുന്നത്. അതിലാണ് ഗൈസ് നമ്മുടെ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മളെ എല്ലാ കൊക്കും എന്തെല്ലോ പിടിച്ച് അതിനെ തിന്നു ഗൈസ്. അപ്പം ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എന്തായാലും കുറച്ച് സബ്സ്ക്രൈബും ലൈക്ക് എല്ലാം അടിച്ചു പൊട്ടിക്കുക ഗൈസ്. നമ്മൾ രണ്ടാൾ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് സ്നേഹിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.